സിറ്റിനുള്ളിൽ കുറച്ച് നമുക്ക് അക്രമം കാണിക്കാം, പക്ഷേ ആ അക്രമം ഹൈവേയിലാണെങ്കിൽ ഇത് പുലിയെന്ന് കഴുതപ്പുലിയാവും. പിന്നെ എനിക്ക് ഈ വണ്ടിയിലെ ഏറ്റവും വൃത്തികേടായി തോന്നിയത് ഇറ്റ്സ് എ വയറിംഗ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ഞാൻ കുറേ മിക്സ്ഡ് റിവ്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ റിഫ്ലക്ടർ ഹെഡ് ലാമ്പ് ആയതുകൊണ്ട് നൈറ്റിൽ ലൈറ്റ് ത്രൂ ഔട്ട്പുട്ട് വളരെ വീക്കാണ്. വെൽക്കം ബാക്ക് ഗൈസ്. നിങ്ങൾ ഈ കാണുന്നതാണ് യമഹ XSR 155. റെട്രോ ലുക്കോട് കൂടിയ ബൈക്കാണ്. റെട്രോ മോഡൽ വിത്ത് അഡ്വാൻസ് ടെക്നോളജി. നല്ല റെട്രോ ലുക്കോട് കൂടിയ റൗണ്ട് ഹെഡ് ലാമ്പാണ്. LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. മഡ് ഗാർഡ്, ദിസ് ഈസ് ഫൈബർ, ഓൾ ദീസ് പാർട്സ് ആർ ഫൈബർ. പിന്നെ USD ഫോക്സ് ആണ്. ഇതിൻ്റെ ഒരു ബ്ലൂ കളർ വേരിയൻറ്റ് വരുന്നുണ്ട്, അതിൽ ഗോൾഡൻ USD ഫോക്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ഓക്കെ, ഇവിടെ ഇറ്റ്സ് ഓൾ പ്ലാസ്റ്റിക്. ഇതിൻ്റെ ഞാൻ സം നെഗറ്റീവ് പാർട്സ് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, റൈഡിൻ്റെ സമയത്ത് പറയാം. ഞാൻ ഒബ്സർവ് ചെയ്തത് അപ്സൈഡ് ഡൗൺ ഫോക്സ്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് സെയിം, ഇതെല്ലാം R15 അല്ലെങ്കിൽ MT 15 സീരീസിലെ ഇതെല്ലാം കൊടുത്ത് അതേ സ്പെസിഫിക്കേഷൻസ് ആണ്. സ്പെസിഫിക്കേഷൻസ് വൈസ് ഒരു മാറ്റമില്ല എക്സെപ്റ്റ് ദ കോസ്മെറ്റിക്സ് ആൻഡ് ദ ഡിസൈൻ. ഫ്രെയിം സെയിം ഡെൽറ്റ ഫ്രെയിമാണ്. ഈ പെരിഫറൽ ഫ്രെയിമിന് യമഹ ഡെൽറ്റ എന്നാണ് പറയുന്നത്. സെയിം R15 ഫ്രെയിം തന്നെ. പിന്നെ ഇതിൽ വരുന്നിരിക്കുന്നത് 17 ഇഞ്ച് റിം, 180 ടയർ പ്രൊഫൈൽ. ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തത് MRFൻ്റെ നൈലോ ഗ്രിപ്പ് സാപ്പർ ടയേഴ്സാണ്. ഇത് സിറ്റി ട്രാഫിക്കിന് നല്ല ടയേഴ്സാണ്, പക്ഷേ ഫോർ ടൂറിങ് ആൻഡ് പിന്നെ കുറച്ചൊരു ഓഫ് റോഡിങ്ങിനും അത്ര നല്ല ടയേഴ്സ് അല്ല. പിന്നെ ബാക്കിൽ വരുന്ന ടയർ പ്രൊഫൈൽ സെയിം ആസ് ഇത് MT അല്ലെങ്കിൽ R15, 140, 70, പിന്നെ 17 ഇഞ്ച് റിം. പക്ഷേ ഇത് ഈ ബൈക്കിന് ഈ ഒരു ലുക്കാണ്. ഇറ്റ്സ് എ വെരി നൈസ് ലുക്ക്. നല്ല വൈഡർ ടയറാണ്. ഈ ഒരു പോർഷൻ അവർ കറക്റ്റായിട്ട് അത് അലൈൻ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു വൃത്തികേടായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവിടെ വരുന്നാൽ ഇതിൻ്റെ റേഡിയേറ്റർ, പിന്നെ ഇതിൻ്റെ കൂളൻ്റ് റിസർവോയർ താഴെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാഷ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പ്ലാസ്റ്റിക് ആണ്. അവരത് മെറ്റൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു തന്നെ. ഇതെനിക്ക് അതിൻ്റെ ഇഗ്നിഷൻ കോയിൽ പ്രൊട്ടക്ടർ ആയിരിക്കണം. ബാരൽ ഗണ്ണിൻ്റെ രീതിയിലൊരു എക്സോസ്റ്റ് ഇതാണ് കൊടുത്തത്, പക്ഷേ ഇത് ഫൈബറാണ്. അപ്പോൾ എല്ലാ പാർട്സും ഫൈബറാണ് എക്സെപ്റ്റ് ഇത് ഈ ഫ്രെയിമാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് എ വെരി നൈസ് ഫ്രെയിം. പക്ഷേ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അതൊരു നെഗറ്റീവ് പോയിൻ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ലുക്സ് എല്ലാം ഓക്കെ. പിന്നെ ഇതിൻ്റെ റിയർ ലുക്ക് ഒന്ന് നോക്കാം. ഇതിനെ കസ്റ്റമൈസ് ചെയ്യേണ്ട കുറേ ഓപ്ഷൻസ് യമഹ നൽകിയിട്ടുണ്ട്. ലോഡ് ഓഫ് പാർട്സ് ടു മേക്ക് ഇറ്റ് ലുക്ക് ലൈക്ക് എ റെട്രോ കഫേ റേസർ. അതിൻ്റെ കുറേ പാർട്സ് യമഹ തന്നെ അവൈലബിൾ ആണ്. സോ ലീഗലി നിങ്ങൾക്ക് യമഹ ഷോപ്പിൽ തന്നെ യമഹ ഷോറൂമിൽ പോയിട്ടോ അല്ലെങ്കിൽ യമഹ സർവീസ് സെൻറ്ററിൽ പോയിട്ടോ അതൊക്കെ ഫിറ്റ് ചെയ്യാം. പിന്നെ ടാങ്ക് ഇവിടെ ഫൈബറാണ്, ഈ പാർട്ട് ഫൈബറാണ്. പക്ഷേ ഇത് ഹൈവേ റൈഡിലൊന്നും എനിക്ക് വലിയ റൈഡ്ലിംഗ് അവിടെ ഫീൽ ആയിട്ടില്ല. ഇറ്റ്സ് ഓൾ ഫൈൻ. ഇതിന് ഡബിൾ ഇത് വരുന്നുണ്ട്, ഇഗ്നിഷൻ കോയിൽ സിസ്റ്റം ഫോർ ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട്. സോ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ. പിന്നെ എനിക്ക് ഈ വണ്ടിയിലെ ഏറ്റവും വൃത്തികേടായി തോന്നിയത് ഇറ്റ്സ് എ വയറിംഗ്. ഇവിടെയൊക്കെ കാണാൻ നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചു, പക്ഷേ ഇത് വയറിംഗ് നോക്ക്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഓൾസോ. ഇറ്റ്സ് വെരി ലൂസ്. ഇറ്റ് ഷുഡ് ബി കവേർഡ്. അല്ലെങ്കിൽ ഈ ഫ്രെയിമിന് വെച്ചിട്ട് അവർക്കത് കൊടുക്കായിരുന്നു വയറിംഗ്. ഈ ഫ്രെയിമിൻ്റെ ഇടയിൽ കൂടി തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്ത് രസം ഉണ്ടാവും. അത് എടുത്ത് കാണിക്കുകയും ചെയ്യും. അതേപോലെ അത് ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് എവിടെയെങ്കിലും നിങ്ങൾ ഒരു ഭയങ്കര ഇടുങ്ങിയ റോഡിലൂടെ അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ചെടി ഇതെല്ലാം റോഡിലൂടെ പോകണമെങ്കിൽ ഇത് കട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. യമഹ പ്ലീസ് നോട്ട്. ഇതിന് എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സെയിം ആസ് MT, സെയിം ആസ് R15, 155 cc ലിക്വിഡ് കൂൾഡ് VVA എഞ്ചിൻ. പിന്നെ ടാങ്ക് ഡിസൈൻ ലുക്ക് ഇവിടെ ഒരു XSR എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ് വളരെ നല്ലതാണ്. അതിൻ്റെ കുഷ്യൻസ് കുറച്ച് ഹാർഡാണ്, പക്ഷേ കംഫർട്ടബിൾ ആണ്. പക്ഷേ നിങ്ങളൊരു പില്ലിയണ്ണ വെച്ച് റൈഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി കംഫർട്ടബിൾ അറ്റ് ഓൾ. കാരണം ഇവിടെ മുതലാണ് പില്ലിയൻ്റെ പൊസിഷൻ അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ദിസ് പൊസിഷൻ ഇവൻ നിങ്ങൾ അത്ര ഒരു എന്താ പറയുക തിന്നായിട്ടുള്ള ആളാണെങ്കിലും ആഫ്റ്റർ സം പോയിന്റ് യു വിൽ ഫീൽ അൺകംഫർട്ടബിൾ. പിന്നെ ഗ്രാബ് റെയിൽസ് ഒന്നുമില്ല, അത് വേണമെങ്കിൽ അഡീഷണൽ ഫിറ്റ് ചെയ്യണം. സോ ദാറ്റ് ഓൾസോ യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. നിങ്ങൾ പില്ലിയൻ റൈഡറായിട്ട് ഡെയിലി കമ്മ്യൂട്ടിന് യൂസ് ചെയ്യാൻ പോകുന്ന ബൈക്കാണെങ്കിൽ ദാറ്റ് ഓൾസോ യു ഷുഡ് കൺസിഡർ ഇൻ മൈൻഡ്. പിന്നെ അതൊക്കെയാണ് ഇതിൻ്റെ ലുക്സ്. ഓക്കെ, പിന്നെ മീറ്റർ കൺസോൾ ഒന്ന് കാണിച്ചു തരാം. സെയിം ആസ് അതർ ബൈക്സ്,
MT അത് യമഹ 155cc വേരിയൻസ്. ഇവിടെയാണ് അതിൻ്റെ ഇഗ്നിഷൻ. ഇത് ബേസിക് LCD ഡിസ്പ്ലേ. ബേസിക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പക്ഷേ വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺസ് ഉണ്ട്. ആവറേജ് ഫ്യൂൽ ബേസിക് ഫീച്ചേഴ്സിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 155ൻ്റെ സിറ്റി റൈഡിങ് എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മികച്ചതാണ്. ഇത് സിറ്റി റൈഡിങ്ങിന് വേണ്ടിയിട്ട് നല്ലോണം കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫ്രെയിം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ഗോയിങ് ആണ്. ഇതിപ്പോൾ ഞാൻ ഈ ഗ്യാപ്പിലൂട്ടിലും പോകാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര അവിടെ തട്ടുമുട്ടുന്ന പേടിയൊന്നും വേണ്ട. സുഖമായിട്ട് നിങ്ങൾക്ക് മനൂറായിട്ട് പോകാൻ പറ്റും. ഇതിനെക്കൊണ്ട് ഹൈവേയിൽ ആക്രമം കാണിക്കാൻ പറ്റില്ലെങ്കിലും സിറ്റീൻ്റെ ഉള്ളിൽ ട്രാഫിക്കിൻ്റെ ഇടയിൽ ഇവൻ പുലിയ. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവൻ തേർഡ് ഗിയറിലും ഇതിൻ്റെ ലോ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഒരു 15 കിലോമീറ്റേഴ്സാണ്. അവിടെ നിന്ന് ഗിയർ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാണ്ട് ഡൗണിലേക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യാണ്ട് ഇത് പെട്ടെന്ന് പുള്ളി ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. സ്പീഡ് റെഡ്യൂസ് ആവുന്നുണ്ട്. തേർഡ് ഗിയറിലാണ്. ഈ 40 എനിക്കിതിനെ പുള്ളപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ അത് ചെയ്യാൻ അറിയണം. അതേപോലെ ഇപ്പം ഞാൻ വിത്തൗട്ട് ക്ലച്ചാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ബട്ടർ സ്മൂത്ത്. സ്ലിപ്പർ ക്ലച്ച് ബാക്കി MTയിലും R15ലും ഇത് ചെയ്യുന്ന പോലെ തന്നെ നല്ല അതിൻ്റെ ഒരു വൃത്തിയുള്ള പണിയെടുക്കുന്നുണ്ട് സ്ലിപ്പർ ക്ലച്ച്. പക്ഷേ ചെറിയ പ്രശ്നം വരെ ഇങ്ങനത്തുള്ളൊരു ഹമ്പാണ്. ഫ്രണ്ട് സസ്പെൻഷൻ സ്മൂത്താണ്, പക്ഷേ റിയർ കുറച്ചൊരു സ്റ്റിഫായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു മാക്സിമം കൺട്രോളിങ് ആൻഡ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അത്ര ഒരു കംഫർട്ട് ഫീൽ ആവണില്ല റിയർ ഷോക്ക് അബ്സോർപ്ഷനിൽ നിന്ന്. കാരണം റൈഡിങ് ഡിസ്കംഫർട്ട് ശരിക്കും ഫീൽ ആവും. അല്ലെങ്കിൽ നിങ്ങൾ എണീച്ച് നിന്നിട്ട് റൈഡ് ചെയ്യണം എന്നാൽ കുഴപ്പമില്ല. പക്ഷേ അത് എല്ലാ സമയവും പ്രാക്ടിക്കലായി നടക്കില്ലല്ലോ. അല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളൊരു ടോൾ റൈഡർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി അൺകംഫർട്ടബിൾ. കാരണം ഈ ബൈക്ക് അത്ര ടോൾ റൈഡേഴ്സിന് ഉദ്ദേശിച്ചുള്ള യമഹ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ടോൾ റൈഡേഴ്സ് റൈഡ് ചെയ്യാൻ പറ്റും അപ്പ് സ്ട്രേറ്റ് പൊസിഷൻ. പക്ഷേ ഇത് അപ്പ് സ്ട്രേറ്റ് അല്ല. ഇത് ആക്ച്വലി ഒരു ലിറ്റിൽ ബിറ്റ് ഫോർവേഡ് ലീൻ പൊസിഷനാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ പ്രശ്നം പറ്റി പറഞ്ഞാൽ ടോൾ റൈഡേഴ്സിന് വളരെ മുന്നേ പോയിട്ട് ഓടിക്കുന്ന പോലെയുണ്ടോ. അത് ഞാൻ ടോൾ റൈഡേഴ്സ് ഉപയോഗിക്കുന്നത് നിങ്ങളൊരു 6 and above ആണെങ്കിൽ ഇത് കുറച്ചൊരു അൺകംഫർട്ടബിൾ ആയിരിക്കും. ഞാൻ ഏകദേശം ഇന്ന് 100 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്തു. ഇത് ഓൾറെഡി 5,000 കിലോമീറ്റേഴ്സ് ടച്ച് ചെയ്ത 5,000+ കിലോമീറ്റേഴ്സ് ടച്ച് ചെയ്ത ബൈക്കാണ്. അതുകൊണ്ട് ആ ഒരു ഫാക്ടറും കണ്ടിട്ടാണ് ഞാൻ ഇന്നത്തെ റിവ്യൂ എല്ലാം പറയുന്നത്. അതേപോലെ പിന്നെ ഒരു കാര്യം നോട്ടീസ് ചെയ്താൽ പെട്ടെന്ന് നമ്മളിപ്പം ഇത് ഗിയർ ഷിഫ്റ്റിംഗ് ചേഞ്ച് ചെയ്യുമ്പോൾ അതുപോലെ 3rd to 4th അപ്പം നമ്മൾ കുറച്ചൊന്ന് ഒരു RPM കൂടുകയും നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊരു വൈബ്രേഷൻ വരും ഈ ഏരിയയിൽ നിന്ന്. അത് എനിക്ക് തോന്നുന്നത് ഇനീഷ്യലി പുതിയ വണ്ടിക്കൊന്നുമില്ല, പക്ഷേ കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പാർട്സ് വൈബ്രേഷൻ റാറ്റ്ലിംഗ് അങ്ങനത്തെ ഇതിൽ ഞാൻ 5,000 above കിലോമീറ്റേഴ്സ് ഓടിയ റൺ ചെയ്ത് ഇത് XSR 155 ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഫ്രണ്ട് ഈ കൺസോൾസിന് ഒരു തരം ഒരു വൈബ്രേഷൻ 0 to 100 കിലോമീറ്റേഴ്സ് എനിക്ക് ഹൈവേയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് വിത്തിൻ 10 seconds. MT ആണെങ്കിലും അല്ലെങ്കിൽ R15 ആണെങ്കിലും ഇതെല്ലാം വെരി മച്ച് സിമിലർ. കാരണം ഇത് എൻജിൻ സെയിം ആണ്. പക്ഷേ ഇതിൽ യമഹ പറയുന്നത് ഇതിനെ കുറച്ചൊന്ന് ട്യൂക്ക് ചെയ്തിട്ടുണ്ട്. അതായത് സിറ്റി റൈഡിങ് മോർ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എൻജിൻ പെർഫോമൻസിനെല്ലാം കുറച്ചൊന്ന് ട്യൂക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷേ ആ ട്വീക്കിങ് ഇതിൻ്റെ പവറിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല. പക്ഷേ മെയിൻ ഇതിൻ്റെ ഹൈലൈറ്റ് ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ്. ഒരു 155cc ഒരു 137 kilograms നമുക്ക് ഓടിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അത് കുറച്ചൊരു പവർഫുള്ളായത്. വേറെയും ബൈക്കുണ്ട് ഈ ഇതിൽ വെയ്റ്റിൽ വരുന്നത് 125cc 150cc. ബട്ട് അതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റുമോ അറിയില്ല. ആ ഒരു ഫ്രണ്ടിൽ നിന്ന് റിയൽ ഒരു റാറ്റ്ലിംഗ് സൗണ്ട് വരുന്നുണ്ട്. അതായത് വരുന്നത് ഈ ഒരു കൺസോളിൻ്റെ താഴെ നിന്നാണ്. പക്ഷേ നിങ്ങളൊരു പില്ലിയനെ വെച്ചിട്ടാണ് ഡെയിലി ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആഫ്റ്റർ സം പോയിന്റ് നിങ്ങളൊരു വല്ലാത്തൊരു അൺകംഫർട്ടബിൾ സിറ്റുവേഷനിലായിരിക്കും. കാരണം പില്ലിയൻ്റെ വെയിറ്റ് മൊത്തത്തിൽ നിങ്ങളുടെ ബാക്കിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ മനൂവർ ചെയ്യാനും എല്ലാം കുറച്ച് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഫോർ സിംഗിൾ റൈഡർ സിറ്റി കമ്മ്യൂട്ട് ഇറ്റ്സ് എ ബെസ്റ്റ് ബൈക്ക്. നിങ്ങളൊരു ആവറേജ് വെയ്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ ഓക്കെ. നിങ്ങളൊന്ന് ഹയർ വെയ്റ്റ് സൈഡ് ആണെങ്കിൽ നിങ്ങൾ സീറ്റ് കുറച്ചൊന്ന് കുഷനിലിട്ട് ഒന്നായിട്ട് മോഡിഫൈ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ബൈ ഫാക്ടറി ഫിറ്റഡ് സീറ്റ്
ബൈ ഡിഫോൾട്ട് സീറ്റിൽ നിങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇപ്പോൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലായത്, ഇതിൻ്റെ ഈ ഒരു സ്വിച്ച് പൊസിഷനിങ് കുറച്ചൊരു ആയിടൊന്നോ എന്തിനെങ്ങനെ കൊടുത്തത് എനിക്കറിയില്ല. ഇതിൽ സാധാരണ ഇവൻ MT അല്ലെങ്കിൽ R15 നോക്കിക്കഴിഞ്ഞാലും അതിൽ കൊടുത്ത പോലെയല്ല ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന് ഇൻഡിക്കേറ്റേഴ്സ് താഴെയും ഹോൺ സ്വിച്ചും മിഡിൽ നിന്ന് കൊടുത്തത്. അത് എപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ ആവും. അത് കുറച്ച് ഓടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഒരു ഹാഫ് ആൻ അവർ 1 hour ഓടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ടു ആവും. പക്ഷേ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ഇൻഡിക്കേറ്ററിന് പകരം ഹോൺ പ്രസ് ചെയ്യും, ഹോൺ യൂസ് ചെയ്യുന്നതിന് പകരം ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യും, പ്രസ് ചെയ്യും. ആ ഒരു പ്രശ്നമുണ്ട്. സുന്ദരമായിട്ട് ഇങ്ങനെ ഗ്യാപ്പിലൂടെ എടുത്ത് പോകാൻ പറ്റും. ഇത് അത് കഴിഞ്ഞിട്ട് ഒന്ന് പുള്ളി ചെയ്യേണ്ട ആ ടോർക്കും വരും. അതാണ് ഇതിൻ്റെ. നിങ്ങൾ ഫ്രീക്വൻറ്റ് ഗിയർ ചേഞ്ചിങ്ങിൻ്റെ ആവശ്യത്തിൽ വരും. ഇപ്പം ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നല്ലോ, ഞാൻ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ക്ലച്ച് ഉപയോഗിക്കുന്നില്ല. സി ഇറ്റ്സ് സോ സ്മൂത്ത്. ഓക്കെ, പിന്നെ മീറ്ററിൻ്റെ വിസിബിലിറ്റി, ഇത് LCD ഡിസ്പ്ലേ ആണ്. സോ ഡേ ലൈറ്റ് വിസിബിലിറ്റി കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇത് ഇപ്പം ഒരു ഏകദേശം വൈകുന്നേര സമയത്തല്ല, ഓക്കെ, അത് ഡ്യൂറിങ് നല്ലൊരു വെയിലുള്ള സമയത്ത് ബൈക്ക് റൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ മനൂവറിങ് എല്ലാം ബട്ടർ സ്മൂത്ത്. നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യും ഇങ്ങനത്തെ ഇത് സിറ്റികളിലുള്ള ഡ്രൈവിംഗ് എല്ലാം. കമ്മിങ് ടു മിറേഴ്സ് വിസിബിലിറ്റി എല്ലാം ഓക്കെയാണ്. ഇറ്റ് ഈസ് സെയിം MT15 അല്ലെ R15 അതെ ആ ഒരു വിസിബിലിറ്റി നമുക്ക് ഇതിലും കിട്ടുക. ബൈക്കിൻ്റെ ഒരു നിങ്ങളിപ്പം R15 സീറ്റിംഗ് പൊസിച്ചർ എല്ലായിട്ട് ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി അപ്രൈറ്റാണ്. പിന്നെ ഇതിൻ്റെ വൈഡർ ഹാൻഡിൽ ബാർസ് ആയതുകൊണ്ട് ട്രാഫിക്കിൻ്റെ ഇടയിലെല്ലാം പോകാൻ വേണ്ടി നല്ല സുഖമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് കട്ട് ചെയ്തിട്ട് പോവാം. ഇത് സിറ്റിനുള്ളിൽ കുറച്ച് നിങ്ങൾക്ക് അക്രമം കാണിക്കാം. പക്ഷേ ആ അക്രമം ഹൈവേയിലാണെങ്കിൽ ഇത് പുലിയെന്ന് കഴുതപ്പുലിയാവും. RPM ഒരു 5000 എബവ് ടച്ച് ചെയ്തിട്ടുണ്ട്. എന്നേരാണ് ഇതിൻ്റെ ആ VVA ടെക്നോളജീൻ്റെ ആ ഒരു പ്രസൻസ് ഫീൽ ആവുക. അല്ലെങ്കിൽ അത് അവിടെ നിന്നാണ് കിക്കിനാവുന്നത്. കാരണം ആ പോയിന്റ് RPM ഡൗൺ ആവാണ്ട് അതിനൊന്ന് ഇങ്ങനെ അപ്പ് ആക്കിയിട്ട് കൊണ്ടുവരും. ബ്രേക്സ് ആർ ഗുഡ്, ബട്ട് നിങ്ങൾക്ക് ഓൺലി റിയർ ബ്രേക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഇമീഡിയറ്റ് സ്റ്റോപ്പിംഗ് പ്രതീക്ഷിക്കേണ്ട. ബ്രേക്ക് ഹാസ് ടു ബി അപ്ലൈഡ് ഗ്രാജുവലി. അത് പ്രോഗ്രസീവ് ബ്രേക്കിംഗ് ആണ്. ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചിട്ടുണ്ടായിരുന്നു യമഹ എന്തുകൊണ്ടാണ് ഇതിന് പ്രോഗ്രസീവ് ബ്രേക്കിംഗ് കൊടുത്തതെന്ന്. കാരണം ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കാണ്. നിങ്ങൾ ഒരു മൈലേജോട് കൂടിയ കുറച്ചൊന്ന് ആക്രമകാരിയായ ഒരു ബൈക്ക്, നല്ലൊരു പെർഫോമൻസോട് കൂടിയ ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ബാക്കിയുള്ള 150cc ബൈക്കിനായിട്ടെല്ലാം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഇതിൽ ഒരു പൊടിക്ക് കൂടുതലാണ് പെർഫോമൻസ്. ഈവൻ ഇറ്റ് ഈസ് വെരി മച്ച് സ്യൂട്ടഡ് ഫോർ ഫീമെയിൽ റൈഡേഴ്സ് ഓൾസോ. കാരണം അവർക്കും സുഖമായിട്ട് ഇതിൻ്റെ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു എൻടോർക്ക് അല്ലെങ്കിൽ കുറച്ചൊന്നും കൂടി അതിനെക്കാട്ടും കൂടുതൽ ഹെവിയർ ആയിട്ടുള്ള സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് വെരി ഈസി ടു മാനേജ് ദ വെയിറ്റ്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഈവൻ ഫീമെയിൽ റൈഡേഴ്സിനും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബൈക്കാണ്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി, ഞാൻ ഉദ്ദേശിക്കുന്ന പ്രോ റൈഡേഴ്സിനല്ല, ബിഗിനർ ഫ്രണ്ട്ലി. നിങ്ങളൊരു 150cc പെർഫോമൻസ് ബൈക്കാണ് നിങ്ങളൊരു ഫസ്റ്റ് ബൈക്കായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ വെരി ബെസ്റ്റ് ചോയ്സ്. ഇതിൻ്റെ വെച്ചാൽ MTയും R15 എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളൊരു സിറ്റി കമ്മ്യൂട്ടിങ് കുറച്ച് കൂടുതലാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷെ നിങ്ങൾ കുറേ ടൂറിങ്, നിങ്ങളെ ഒരു വീക്ക്ലി റൈഡിങ്സ് 70% ടൂറിംഗ് ആണ്, ഓൺലി 30% ആണ് സിറ്റി റൈഡ് ആണെങ്കിൽ ഐ വിൽ നോട്ട് റെക്കമെൻഡ് ദിസ് ബൈക്ക്. അതിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സോ ഫാർ ഇത് ഞാനിപ്പോൾ ഓടിച്ച് 150cc ബൈക്കിൽ റീസെൻ്റ്ലി ഓടിച്ച് ഇതിൽ സിറ്റിയിൽ ദിസ് ഈസ് ബെസ്റ്റ് ആൻഡ് സീ ദ സ്റ്റെബിലിറ്റി. പക്ഷേ യമഹ ഇതിൻ്റെ വെയിറ്റ് അങ്ങനെ കുറച്ചത് കാരണം വേറെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് അത് വരേണ്ടതാണല്ലോ. കോർണറിംഗ് എല്ലാം ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നൈസ്. ഞാൻ ആദ്യം വിചാരിച്ചത് വളരെ വെയിറ്റ്ലെസ് ആയിട്ട് കോർണറിംഗ് അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല. പക്ഷേ കോർണറിംഗെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് വെരി മച്ച് കേപ്പബിൾ. പിന്നെ ഇതിൽ വരുന്ന MRFൻ്റെ റേഡിയൽ ടയേഴ്സാണ്. സോ ആ ടയർസിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ആ ടയേഴ്സ് ഇറ്റ് ഈസ് നോട്ട് മെൻറ്റ് ഫോർ ടൂറിംഗ്. ഈ ബൈക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ സിറ്റിയിൽ പുലിയാണ്, പക്ഷേ ഹൈവേയിൽ എലിയാണ്. ഞാൻ കുറേ മിക്സ്ഡ് റിവ്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ റിഫ്ലക്ടർ ഹെഡ് ലാമ്പ് ആയതുകൊണ്ട് നൈറ്റിൽ ലൈറ്റ് ത്രൂ ഔട്ട്പുട്ട് വളരെ വീക്കാണ്. അതും കൂടി ചെക്ക് ചെയ്യാനാണ് ഞാൻ ഈ രാത്രിയിൽ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്കിതിൻ്റെ ലൈറ്റ് ത്രൂ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നൈറ്റിൽ ഇതാണ് മീറ്റർ കൺസോളിൻ്റെ ലുക്ക്. കുറച്ച് ലൈറ്റ്ലെസ്സിലാണ്, നമുക്ക് കുറച്ചും കൂടി ഡാർക്കായിട്ട് ഏരിയയിലേക്ക് പോകും. ഇതാണ് ലൈറ്റ് ത്രൂ ഔട്ട്പുട്ട്. ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. ഈവൻ റിഫ്ലക്ടർ ഹെഡ് ലാമ്പ് ആയിരുന്നാലും നല്ല ലൈറ്റ് ഔട്ട്പുട്ട് ഉണ്ട്. ഇതിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കൊടുത്തിട്ടില്ല, പക്ഷേ ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് ബാഡ്. സോ ഇതൊക്കെയാണ് Yamaha XSR 155 review. So see you in the next video guys. Until then, take care, ride safe, bye bye.